നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 62-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. നിന്നെ ഇനി അസൂബ അല്ലെങ്കിൽ തെക്ത എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ശമാമ അല്ലെങ്കിൽ ശൂന്യം എന്ന് പറയുകയില്ല. നിനക്ക് ഹെപ്സിബ അല്ലെങ്കിൽ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബെയൂല അല്ലെങ്കിൽ വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്ന് യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എന്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അത് പാനം ചെയ്യും. കടപ്പീൻ, വാതിലുകളിൽ കൂടി കടപ്പീൻ. ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ. പെരുവഴി നികത്തുവീൻ, കല്ല് പിറക്കി കളവീൻ. ജാതികൾക്കായിട്ടൊരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു. കൂലി നിന്റെ പക്കലും പ്രതിഫലം നിന്റെ കയ്യിലും ഉണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാർ എന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവൾ എന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരം എന്നും പേരാകും. യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് 3-ാം വാക്യവും 11-ാം വാക്യവും. 3-ാം വാക്യം ഞാൻ വായിക്കാം. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. ഇനി 11-ാം വാക്യം. ഇതാ നിന്റെ രക്ഷ വരുന്നു. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. ഇസ്രയേലിന്റെ ബാബേലിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, സകല രാജ്യങ്ങളിൽ നിന്നുള്ള മടങ്ങിവരവും അഭിവൃദ്ധിയുമാണ് 62-ലെ വിഷയം. ഇസ്രയേൽ സകല ജാതികളാലും പ്രശംസിക്കപ്പെടത്തക്ക മഹത്വം പ്രാപിക്കുമെന്നാണ് ആദ്യ 3 വാക്യങ്ങൾ. 4-ാം വാക്യം ഇസ്രയേലിനെ ഇനി തെക്ത എന്നും ശൂന്യമെന്നും വിളിക്കാതെ വിവാഹസ്ഥ എന്ന് വിളിക്കപ്പെടും എന്നാണ്. നമുക്കറിയാം, ഇസ്രയേല് സകല രാജ്യങ്ങളിലും AD 70 ചിതറപ്പെട്ടു. ജർമ്മനിയിലൊക്കെ ചെന്ന ആളുകൾ ഹിറ്റ്ലറാൽ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെടുകയും, അതായത് ലക്ഷക്കണക്കിന് ആളുകളെ ഹിറ്റ്ലർ കുരിശിച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരുപാട് രാജ്യങ്ങളിൽ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ ഒരു ശേഷിപ്പ് 1948 ഇസ്രയേലിലേക്ക് മടങ്ങി വന്നു. ഇന്ന് ലോകത്തെ എല്ലാ രാജ്യത്തു നിന്നും അവർ ഇസ്രയേലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ചെറിയ രാജ്യമാണ് എങ്കിലും ചുറ്റുമുള്ള ജാതികൾക്കെല്ലാം പേടി സ്വപ്നമായിട്ട് അവർ തീർന്നിരിക്കുകയാണ്. കാരണം ദൈവരോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. മറ്റു ചില രാജ്യങ്ങൾ അവരെ സഹായിക്കാൻ ഉള്ളതുകൊണ്ടല്ല, ദൈവം അവരെ സഹായിക്കാനുണ്ട്. അതാണ് ഇസ്രയേലിൻ്റെ വിജയം. കാരണം ഇസ്രയേൽ ഒരു പ്രത്യേകതയുള്ള ജനപദമാണ്. അവർ യേശുവിനെ കുരിശിച്ചു എന്നുള്ളൊരു മഹാപാതകം അവരുടെ പക്ഷത്ത്, ദൈവം മനുഷ്യനായവനെ കുരിശിച്ചു എന്നുള്ളൊരു പാതകം അവരുടെ ഭാഗത്തുണ്ടെങ്കിലും അവർ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അബ്രഹാമിനോട് ദൈവം
വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതി തലമുറ തലമുറയായി നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. അത് യേശു മൂലമുള്ള അനുഗ്രഹത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അത് ഇസ്രായേൽ വഴിയാണ്. അതുപോലെ ദൈവം ദാവീദിനോട് വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതി മൂലം ദൈവരാജ്യം എന്നും നിലനിൽക്കും. വാസ്തവത്തിൽ അത് ദാവീദ് പുത്രനായ യേശു മൂലമാണ് ആ നിത്യരാജ്യത്വം സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇസ്രായേലിനാണ് ദൈവം കല്ലിൽ എഴുതിയ പ്രമാണം 10 കൽപ്പനകൾ നൽകാൻ ഇടയായത്. ആ ഇസ്രായേലിലാണ് ദൈവം മനുഷ്യനായി യേശു വന്നത്. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അബ്രഹാമിനോടും ദാവീദിനോടും ദൈവം ചെയ്ത ആ വാഗ്ദത്തങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അനുഭവമാകണം. അതുകൊണ്ട് അവർക്ക് നിത്യതയോളം അവരനുഗ്രഹിക്കപ്പെട്ടേ തീരൂ. ഇവിടെ 5-ാം വാക്യത്തിൽ ഒരു തർജ്ജിമ പെശകുണ്ട്. മലയാള ബൈബിളിൽ, അതുപോലെ ചില ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ എഴുതിയിട്ടുള്ളത്, യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും എന്നാണ്. പക്ഷെ അത് പുത്രന്മാരെന്നല്ല, നിന്നെ പുനർനിർമ്മിക്കുന്നവൻ എന്ന് വേണം. യുവർ ബിൽഡർ എന്നാണ് ചില തർജ്ജിമയിലുള്ളത്. അത് ശരിവെക്കുന്നതാണ് താഴത്തെ വാക്യം. മണവാളൻ മണവാട്ടിയെ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ, അതായത് ഒരു മണവാളനും മണവാട്ടിയും ഒരു ശരീരമായി സന്തോഷിച്ച് ജീവിക്കുന്നത് പോലെ ദൈവവും മനുഷ്യനും ഒരു ശരീരമായിട്ട് ജീവിക്കുന്ന ഒരു കാലമുണ്ടാകുമെന്നാണ്. വാസ്തവത്തിൽ അത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ശരിയാണ്. എന്നാൽ 100% അത് ശരിയാകുന്നത് സഭയുടെ കാര്യത്തിലാണ്. കാരണം സഭയുടെ തല ക്രിസ്തുവും ശരീരം സഭയും, അങ്ങനെ ഒരു ബന്ധമാണ്. തലയും ശരീരവും പോലൊരു ബന്ധം ക്രിസ്തുവും സഭയുമായിട്ട് ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. അതാണ് 6-7 വാക്യങ്ങൾ. യഹോവയെ ഓർപ്പിക്കുന്നവരെ സ്വസ്ഥമായിരിക്കരുത്, യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കുവോളും ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ പ്രാർത്ഥിക്കണമെന്നാണ്. അത് ഇസ്രായേൽ ബാബേലിലായിരുന്ന കാലത്ത് നിങ്ങൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആഹ്വാനം പ്രവാചകൻ നൽകുകയാണ്. രണ്ടാമത്, ഇസ്രായേൽ ഇന്ന് വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇസ്രായേലിൻ്റെ വിജയത്തിനായിട്ട്, അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം കൂടെയാണ്. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് ദൈവരാജ്യത്തിൽ നിറവേറ്റപ്പെടുവാനിടയായിത്തീരും. ഞാനത് വായിക്കാം. ഇനി നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്ന് യഹോവ തൻ്റെ വലങ്കയും തൻ്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എൻ്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അത് പാനം ചെയ്യും. കടപ്പീൻ, വാതിലുകളിൽ കൂടെ കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ല് വിറക്കിക്കളവീൻ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാർ എന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവൾ എന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേരാകും. അപ്പോൾ യെരൂശലേം ആസ്ഥാനമാക്കി യേശു ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് ഏറ്റവും അനുഗ്രഹീതരായിരിക്കും, ശ്രേഷ്ഠരായിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരോടൊപ്പം പുറജാതികളായ ആളുകൾക്കും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകിയിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൽ അതുണ്ട്. ഗലാത്യർ 3:14 വായിക്കുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പായിപ്പാൻ തന്നെ. ആത്മാവിൻ്റെ സഹായത്താൽ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം യഹൂദരോടുകൂടെ പുറജാതികൾക്കും ദൈവരാജ്യം അനുഭവിക്കാൻ കഴിയുമെന്നുള്ള ആ വാഗ്ദാനം അന്വർത്ഥമാവുകയാണ്. കർത്താവിനെ കൈക്കൊള്ളാൻ, ദൈവരാജ്യാവകാശികളാകാൻ ഭാഗ്യം ലഭിച്ചവർ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.